നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവേ, നീ എഴുന്നള്ളി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വചനങ്ങൾ ഞങ്ങൾക്ക് തരണമേ, നീ വാക്കുകൾ തരണമേ. കർത്താവ് അടിയന് സംസാരിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് അടിയനിൽ കൂടെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കൾ ധാരാളം ഉണ്ടാകാനും കർത്താവിൻ്റെ ഹൃദയങ്ങളിൽ വചനങ്ങൾ പതിക്കാനും ഈ വചനങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനും പരിശുദ്ധാത്മാവിന് നിറവാൽ ജീവിക്കുവാനും ഞങ്ങൾക്കിനി വരാനിരിക്കുന്ന കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുവാനും അതിന് യോഗ്യരായിരിക്കുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യം മുതലാണ്. ഞാനതൊന്ന് വായിക്കാം. ആരെങ്കിലും ചോദിച്ചേക്കാം, മരിച്ചവർ എങ്ങനെയാണ് ഉയർപ്പിക്കപ്പെടുക? ഏതുതരം ശരീരത്തോടുകൂടി ആയിരിക്കും അവൻ പ്രത്യക്ഷപ്പെടുക? യേശു കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സംഗതിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 34-ാമത്തെ വാക്യം വരെയുള്ളതിൽ പഠിച്ചത്. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനത്തിൻ്റെ ആദ്യ ഫലമായി തീർന്നു. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു സംശയം ഉദിപ്പിക്കുന്നത്, മരിച്ചവർ ഏത് തരം ശരീരത്തോടുകൂടി ആയിരിക്കും വരിക? യഥാർത്ഥത്തിൽ ഈ പുതിയ നിയമകാലത്തായിരിക്കാം ഈ പുനരുത്ഥാനത്തെക്കുറിച്ചും അവരെ പുനരുത്ഥാനം ചെയ്യുമ്പോൾ ഏത് ശരീരത്തോടുകൂടി ആയിരിക്കും വരികയും ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ ലോകത്തിൽ അനേക മതങ്ങളുണ്ടായിരുന്നു. എല്ലാ മതങ്ങളും മരിച്ചതിന് ശേഷമുള്ള ഒരു ഉയർപ്പിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന് കാണത്തില്ല. ഇസ്രായേൽ ജനം പോലും അതിലൊരു വിഭാഗം, സദൂക്കായി വിഭാഗം, ഉയർപ്പിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഉയർപ്പിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ അവർ കൂടുതലായിട്ട് ചിന്തിച്ചപ്പോൾ ഏത് തരം ശരീരത്തോടുകൂടി ആയിരിക്കും ഉയർക്കുക എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ യേശു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഒരു വിധവയുടെ മകൻ അവനെ അടക്കാൻ കൊണ്ടുപോകുമ്പോൾ യേശു അവനെ ഉയർപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 7:14 നമ്മളത് വായിക്കുന്നു. യായിറോസിൻ്റെ മകൾ അത്യാസന്ന നിലയിൽ കിടക്കുകയായിരുന്നു. അവൾ മരിച്ചുപോയെന്ന വാർത്ത കേട്ടു. യേശു അവളെ ഉയർപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 41-ാം വാക്യമാണ്. പിന്നെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചിന്തിക്കാം. വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നത് മഞ്ചത്തിൽ വെച്ച് ശവശരീരം കൊണ്ടുപോകുമ്പോൾ തന്നെ ആ വിധവയാണ്. ആൾക്കാർ ധാരാളം അതിൻ്റെ പറയുണ്ട്. യേശു ചെന്ന് ആ മഞ്ചത്തിൽ തൊട്ടു. യേശു ആ വിധവയുടെ വിഷമതകൾ മനസ്സിലാക്കി. അവർ കരയുന്നത് കാണുന്നു. നമ്മുടെ കരച്ചിലിൻ്റെ മുമ്പിൽ നമ്മളോടൊപ്പം സഹതപിക്കുന്ന ഒരു ദൈവമാണ് നാം വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന നമ്മുടെ ദൈവം. യേശു വന്ന് മഞ്ചത്തിൽ തൊട്ടു. അവരവിടെ നിർത്തി. മഞ്ചം താഴെ വെച്ചു. യേശു ആ യുവാവിനോട് പറഞ്ഞു, യുവാവേ, എഴുന്നേൽക്കുക. അവൻ എഴുന്നേറ്റിരുന്നു, സംസാരിച്ചു തുടങ്ങി എന്നാണ് ആ സംഭവത്തെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? എന്തെങ്കിലും മാറ്റം സംഭവിച്ചതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുമ്പോഴും യേശു ആ ഭവനത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത വന്നു, ബാലിക മരിച്ചുപോയി, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട. യേശു പറഞ്ഞു, വിഷമിക്കേണ്ട, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവൾ ഉറങ്ങുകയാണ്, അവൾ എഴുന്നേൽക്കും.
വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ വാക്യം നമ്മുടെ ഹൃദയത്തിൽ പതിയണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നം, മരണമോ അതിനോട് അടുത്ത ബന്ധങ്ങളോ ഉള്ളോ അതുപോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ജീവിതത്തിൽ വന്നേക്കാം. കർത്താവ് നമ്മളോട് ഇപ്പോഴും പറയുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എല്ലാം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. നമ്മളോട് സകതാവുമുള്ള നമ്മുടെ ദൈവം യേശു കർത്താവ്, അവൻ നമ്മുടെ ദൈവം. യേശു വീട്ടിൽ ചെന്നു, അവിടെ ആൾക്കാർ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. യേശു പറഞ്ഞു, കരയേണ്ട, കുട്ടി ഉറങ്ങുകയാണ്. കരയുന്നവരെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് യേശു അവൾ അകത്ത് കയറി, ബാലികയെ എഴുന്നേൽക്കുക, കൈക്ക് പിടിച്ചുകൊണ്ട് യേശു പറഞ്ഞു. ആ കുട്ടി എഴുന്നേറ്റിരുന്നു. യേശു പറഞ്ഞു, അവൾക്ക് ഭക്ഷണം കൊടുക്കുവീൻ. ആ കുട്ടിക്കും ശരീരത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായതായി, ആ ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായതായി നാം കാണുന്നില്ല. യേശു ചെയ്ത അത്ഭുതങ്ങളിൽ, മരിച്ചവരെ ഉയർപ്പിക്കുന്നതിൽ ചെയ്തതിൽ അതിശ്രേഷ്ഠം എന്ന് കരുതുന്നത് ലാസറിനെ ഉയർപ്പിച്ച കഥയാണ്. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അത് വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുകയാണ്. ലാസർ യേശുവിൻ്റെ സ്നേഹിതനാണ്. മാർത്ത, മറിയം അവരുടെ സഹോദരനാണ്. രോഗിയായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് യേശു പെട്ടെന്ന് അങ്ങോട്ട് പോയില്ല. പിന്നീട് യേശു പോകാൻ തീരുമാനിച്ചു. യേശു പോകാൻ തീരുമാനിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ ലാസർ മരിച്ചു പോയിട്ടുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് ജെറുസലേമിലേക്ക്, ബഥാനിയയിലേക്ക് പോകാം. നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുകയാണ്, അവനെ ഉണർത്താൻ പോവുകയാണ്. കർത്താവ് അവൻ ഉറങ്ങുകയാണെങ്കിൽ അവന് സൗഖ്യം ലഭിക്കും. യേശു വ്യക്തമാക്കി പറഞ്ഞു, അവൻ ഉറങ്ങുകയല്ല, മരിച്ചിരിക്കുകയാണ്. യേശു ശിഷ്യന്മാരുമായിട്ട് അങ്ങോട്ട് പോകുന്നു. ഈ ലാസറിൻ്റെ സഹോദരികൾ കരയുന്നു കണ്ടപ്പോൾ യേശു കരഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ കണ്ണുനീർ പൊഴിച്ചു. വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വാചകം, പക്ഷേ നമ്മുടെ ഹൃദയത്തെ അലിയിപ്പിക്കുന്ന ഏറ്റവും വലിയ വാചകം, നമ്മുടെ ഹൃദയത്തിൽ പതിയേണ്ട വലിയ വാചകം. മനുഷ്യർ കരയുമ്പോൾ അവരോടുകൂടി കരയുന്ന ഒരു ദൈവം, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, സകലത്തെ നിയന്ത്രിക്കുന്നവൻ, നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ, സകലത്തെ യഥാസ്ഥാനങ്ങളിൽ വെച്ച് ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, ജീവൻ്റെ നാഥൻ, മനുഷ്യരായ മണ്ണുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട നമ്മൾ കരഞ്ഞപ്പോൾ നമ്മളോടൊപ്പം കരയുന്നു എന്നുള്ളത് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഒരു കാര്യമാണ്. കല്ലറയിൽ ചെന്നിട്ട് യേശു പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു കൊടുത്തു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ജീവൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം കല്ലറയുടെ കല്ലുകൾക്കിടയിൽ കൂടെ ലാസറിൻ്റെ ശരീരത്തെ സ്പർശിച്ചപ്പോൾ ലാസർ ജീവൻ വെച്ചു. അവൻ എഴുന്നേറ്റു. അവൻ്റെ കെട്ടുകൾ അഴിച്ചു വിടുവീൻ, അവൻ പോകട്ടെ. ഈ ശബ്ദമാണ് അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച വചനം. ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു. ലാസറിൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായതായിട്ട് നാം വായിക്കുന്നില്ല. അവൻ്റെ കെട്ടുകൾ അഴിച്ചു വിടുവീൻ, അവൻ പോകട്ടെ. അങ്ങനെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായതായി നാം ഈ ഭാഗത്ത് കാണുന്നില്ല. ശരീരം യഥാർത്ഥത്തിൽ നശ്വരമാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നതും സ്വർഗഭാഗ്യം പ്രാപിക്കുന്നതും രൂപാന്തരീകരിക്കപ്പെട്ട ഒരു ശരീരമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരീരത്തെക്കുറിച്ച് യേശുവിന് പറയാനുള്ളത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63 ഞാനിപ്പോൾ നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ചതാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ്റെ 6:63 അത് നമ്മൾ ഓർത്തിരിക്കണം. നമ്മളെന്ന് പറയുന്നത് വെറും പൊടി കൊണ്ടുണ്ടാക്കപ്പെട്ടവരാണ്. ആ പൊടി മണ്ണിനോട് അങ്ങ് വീണ്ടും അങ്ങ് ചേരും, മടങ്ങിപ്പോകും. പ്രഭാഷകൻ 41:10 വാക്യം ഞാൻ വായിക്കാം. പൊടിയിൽ നിന്ന് വരുന്നവൻ
പൊടിയിലേക്ക് മടങ്ങുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. മരിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നും അവന് നിമിഷ നേരം കൊണ്ട് കർത്താവ് വിളിക്കുമ്പോൾ അങ്ങ് തിരിച്ചു പോകേണ്ടിയവനാണെന്നും നമ്മൾ ഓർത്തിരിക്കണം. രണ്ടാമത് ജനിക്കുന്നതിനെ ഒരു പുതുജനനം എന്നാണ് കർത്താവ് പറയുന്നത്. അത് ഉണ്ടെന്നുള്ളതിന് കർത്താവ് വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ദൈവത്തെ തന്നെ നാം വിളിക്കുന്നത് എന്താണ്? അബ്രാഹത്തിൻ്റെ ദൈവം. അബ്രാഹാം മരിച്ചവനാണെങ്കിൽ മരിച്ചവൻ്റെ ഒരു ദൈവം എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്, ജീവനുള്ളവരുടെ ജീവിക്കുന്ന ദൈവം. അപ്പോൾ അബ്രാഹാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ തെളിവാണ് നമ്മളെ വാക്യത്തിൽ നിന്ന് നമ്മൾ തന്നെ അങ്ങ് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു പുനർജനനം ഉണ്ടാകും എന്ന് നമ്മൾ പറയുന്നത്. 36-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. വിഡ്ഢിയായ മനുഷ്യ, നീ വിതയ്ക്കുന്നത് നശിക്കുന്നില്ലെങ്കിൽ അത് പുനർജീവിക്കുകയില്ല. എങ്ങനെയാണ്, ഏത് ശരീരത്തോടു കൂടിയാണ് വരുന്നത് എന്നാണ് മനുഷ്യൻ്റെ സംശയമെങ്കിൽ പൗലോസ് പറയുകയാണ്, നീ വിതയ്ക്കുന്ന വിത്ത് അഴിയുന്നില്ലെങ്കിൽ പുനർജീവിക്കുകയില്ല. വിഡ്ഢിയായ മനുഷ്യ എന്ന് വിളിക്കാൻ കാരണം, ആരാണ് വിഡ്ഢി? ദൈവത്തെ തേടാത്തവനാണ്. ദൈവമില്ല എന്ന് പറയുന്നവനാണല്ലോ മണ്ടൻ. ദൈവത്തെ തേടാത്തത് കൊണ്ടാണ്. വിവേകപൂർവമായി ദൈവത്തെ തേടാൻ മനുഷ്യന് കടപ്പാടുണ്ട്. അങ്ങനെ ദൈവത്തെ തേടാതിരിക്കുന്നവരെയാണ് ഈ വിഡ്ഢി എന്ന പൗലോസ് വിളിക്കുന്നത്. അവൻ വിഡ്ഢിയായിരിക്കുന്നത് കൊണ്ടാണ് അവൻ അതേക്കുറിച്ച് ചിന്തിക്കാത്തത്. അതുകൊണ്ടാണ് അവൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്. പൗലോസ് പറയുന്നു, നീ വിതയ്ക്കുന്ന വിത്ത് നശിക്കുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല. വിതയ്ക്കുന്ന വിത്ത് നശിക്കണം. നമുക്കറിയാമല്ലോ, നമ്മളെ ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ നെല്ലിൻ്റെയോ ഗോതമ്പിൻ്റെയോ ഏതെങ്കിലും ഒരു വിത്ത് വിതച്ചാൽ ഒരു ചെടി കിളിച്ച് വരും. അപ്പോൾ വിതയ്ക്കുന്ന വിത്തിന് എന്ത് പറ്റുന്നു? അത് അഴുകി നശിക്കണം. അതിൻ്റെ അകത്തുനിന്ന് ഒരു പുതിയ ചെടി കിളിച്ച് വരും. ഇത് അഴുകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം ഇത് അഴുകിയെങ്കിൽ മാത്രമേ പുതിയ ഒരു ശരീരം, ഒരു ചെടി കിളിച്ച് വരികയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് സ്വയം ഇല്ലാതാകും. ആ വിത്ത് അഴുകി ഇല്ലാതാകും. എന്നിട്ട് ഒരു ചെടി കിളിച്ച് വരും. ആ ചെടിയുടെ ഭക്ഷണമായിട്ട് മാറും ആ വിത്ത് എന്നുള്ളത് ശരിയാണ്. സ്വയം ഇല്ലാതാകിയിട്ട് മാത്രമേ പുതിയ ഒരു ചെടി ഉണ്ടായി വരികയുള്ളൂ. മനുഷ്യ വ്യക്തി എന്ന് പറയുന്നത് ശരീരം, മനസ്സ്, ആത്മാവ് ഇവ ചേർന്നതാണ്. ശരീരമുണ്ട്, ആത്മാവുണ്ട്, നമുക്കൊരു മനസ്സുമുണ്ട്. ദേഹം, ദേഹി, ആത്മാവ് എന്ന് നമ്മൾ പറയും. എന്താണ് മരണം? ഈ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ നമ്മൾ മരണമെന്നാണ് പറയുന്നത്. യേശു മരിച്ചതിനെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു കുരിശിൽ കടന്ന്, എൻ്റെ പിതാവേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് അവൻ തലചായ്ച്ചു. അവനൊരു വാചകം പറഞ്ഞു, എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. തലചായ്ച്ച് അവൻ മരിച്ചു. യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഈ മരണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. യേശു വിനാഗിരി രുചിച്ച് നോക്കി കുടിച്ചില്ല. അവന് തൻ്റെ ആത്മാവിനെ പിതാവിനെ എങ്കിലേക്ക് ഭരമേൽപ്പിച്ചു. ആത്മാവിനെ പിതാവിങ്കിലേക്ക് ഭരമേൽപ്പിക്കുന്നതിനെയാണ് മരിക്കുക എന്ന് പറയുന്നത്. ഈ രാത്രി നിൻ്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ പകരം നീ എന്ത് കൊടുക്കും എന്ന് യേശു ഒരു ധനികനായ മനുഷ്യനോട് ചോദിക്കുന്ന കാര്യം ഒരു ഉപമയിൽ കൂടി യേശു പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനെ അങ്ങ് തിരിച്ചേൽപ്പിക്കുന്നതാണ് മരണം. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപിരിയുന്നതിനെയാണ് നമ്മൾ മരണമെന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിനല്ല അവിടെ പ്രാധാന്യം എന്ന് നമ്മൾ ഓർക്കണം.
ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ മാനുഷികമായ രീതിയിൽ നമ്മൾ പറയുന്നു മരണം സംഭവിച്ചു എന്ന്. ഒരിക്കൽ ഗ്രീക്കുകാരായ കുറച്ച് ആൾക്കാർ, അവർ യഹൂദരാണ്, ഗ്രീസിൽ നിന്ന് വന്നവരാണ്, ജെറുസലേമിൽ വന്നപ്പോൾ അവർക്ക് യേശുവിനെ ഒന്ന് കാണണം. പീലിപ്പോസിനോട് പറഞ്ഞു ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം. ആ വിവരം യേശുവിനെ അറിയിച്ചു. യേശു അപ്പോൾ കൊടുത്തൊരു മറുപടി യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവം എഴുതിയിട്ടുണ്ട്. യേശുവിൻ്റെ മറുപടി ഞാനത് വായിച്ച് കേൾപ്പിക്കാം. മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അഴിയുന്നുവെങ്കിലോ വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തുകൊള്ളും. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ അങ്ങ് സ്നേഹിച്ച് ആ ശരീരം അങ്ങ് വളർത്തിക്കൊണ്ട് വരണമെന്ന് മാത്രം വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണവും പാനീയങ്ങൾ അതിൽ തൃപ്തി കണ്ടെത്തുന്നവർ, അവർ യഥാർത്ഥത്തിൽ അവരുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൽ ഈ ശരീരത്തെ ദേഷിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ അവൻ വളരെ ഫലം പുറപ്പെടുവിക്കും, നിത്യജീവന് വേണ്ടിയുള്ള ഫലം പുറപ്പെടുവിക്കും. നമ്മൾ ചിന്തിക്കുന്നതിന് എതിരായ ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് നമുക്ക് സുഖമായിട്ടിരിക്കണമെന്ന്. ഈ ലോകത്തിൽ സുഖം പ്രാപിച്ചുകൊണ്ടിരുന്നാൽ, ശരീരത്തെ അങ്ങ് സുഖമാക്കിക്കൊണ്ടിരുന്നാൽ സ്വർഗരാജ്യം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ലെന്ന് അതിൻ്റെ അർത്ഥം. ധനവാനായ ആളിൻ്റെ ചിത്രം യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. ചെമന്ന കുപ്പായമൊക്കെ ധരിച്ച് ഭക്ഷണവും കഴിച്ച് സുഖമായിട്ടങ്ങ് ഇരിക്കുക. ലാസർ ഒരു പാവപ്പെട്ടവൻ അപ്പുറത്ത് കിടന്ന് വിഷമിക്കുന്നത് അയാൾ കാണുന്നില്ല. അപ്പോൾ സ്വന്തം ശരീരത്തെ ദേഷിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവനേക്ക് നമുക്ക് പ്രാപ്തരാകുന്നത് എന്നർത്ഥം. യേശു അവരുടെ സൂചിപ്പിക്കുന്നത്, ഗ്രീക്കർ എന്നെ കാണാൻ വന്നു, കാണുന്നത് കൊണ്ട് എന്തുവാ? എൻ്റെ കൂടെ വരാൻ അവർ തയ്യാറാണോ? എന്നെ പ്രതി ജീവിക്കാൻ അവർ തയ്യാറാണോ? അവരുടെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ നിത്യജീവനിലേക്ക് അവർക്ക് അത് ലാഭകരമായിരിക്കും. ഇതാ യേശു പറയുന്നതിൻ്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നമുക്ക് ഈ തരത്തിലുള്ളൊരു ജീവിതമാണ് പൗലോസ് അപ്പോസ്തലന് ഈ ലോകത്തിൽ കാണിച്ചു കൊടുത്തത്. താൻ വലിയ ധനവാനായ ഒരു ധനികൻ്റെ മകനാണ്. 6 or 7 കപ്പലുകളുടെ ഉടമയായിരുന്നു പൗലോസിൻ്റെ പിതാവ്. താർസീസ് തുറമുഖത്ത് ഇത്രമാത്രം കപ്പലുകളുടെ ഉടമയായിരിക്കുന്ന ഒരു മനുഷ്യൻ. പൗലോസ് അതെല്ലാം വേണ്ടാന്ന് വെച്ചു. അതിൻ്റെ ഒരംശവും തനിക്ക് വേണമെന്ന് പൗലോസ് ആവശ്യപ്പെട്ടില്ല, അവകാശപ്പെട്ടില്ല, വേണ്ട എന്ന് വെച്ചു. ലോകത്തിലെ സകല സുഖ സൗകര്യങ്ങളും വേണ്ടാന്ന് വെച്ചു. ക്രിസ്തുവിനെ പ്രതി സകല കഷ്ടതകളും സഹിക്കുവാൻ പൗലോസ് ഇറങ്ങി പുറപ്പെട്ടു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുക എന്നുള്ള ആ ഒറ്റ ദൗത്യത്തിന് പൗലോസ് തൻ്റെ ജീവനെ ത്യജിച്ചു എന്ന് തന്നെ. അവസാനം മരിക്കുകയായിരുന്നു, കൊല്ലപ്പെടുകയായിരുന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി പടപൊരുതിയവനാണ് പൗലോസ്. എല്ലാം ചപ്പ് ചവറ് പോലെ കണക്കാക്കി. പൗലോസിൻ്റെ ജീവിതം ഈ അർത്ഥത്തിൽ നമുക്ക് വലിയൊരു മാതൃകയാണ്. മോശയെക്കുറിച്ച് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 25-26 വാക്യങ്ങൾ പറയുന്നു. മോശ, ആ വാക്യം ഞാൻ വായിക്കാം. പാപത്തിൻ്റെ നൈമനുഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. ക്രിസ്തുവിനെ പ്രതി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന പൗലോസ്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നതാ ഈ ലോകത്തിലെ ഈജിപ്തിലെ വലിയ നിധികളെക്കാട്ടിൽ ശ്രേഷ്ഠം. ഉന്നതനായ അടുത്ത ഫറവോ രാജാവായിട്ട് വാഴാനുള്ള അഭ്യാസനങ്ങളെല്ലാം കഴിഞ്ഞ് യുദ്ധ പരിശീലനമൊക്കെ അറിയാം, എല്ലാം പഠിച്ച് എല്ലാവിധത്തിലും മിടുക്കനായി ഒരു വ്യക്തിയായിരുന്നു മോശ.
സകലതും സ്വന്തം ജനത്തിന് വേണ്ടി അവരോട് കൂടെ കഷ്ടപ്പെടുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മറ്റെല്ലാം വേണ്ടെന്ന് വെച്ചു. ഇതാണ് കൂടുതൽ ശ്രേഷ്ഠം, എൻ്റെ സ്വന്തം ജനത്തോടു കൂടി കഷ്ടപ്പെടുന്നത്. ലഭിക്കാനിരിക്കുന്ന ഒരു പ്രതിഫലം, അതിലെയാണ് മോശ കണ്ണുകൾ പതിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നാം ജീവിക്കാൻ. ഇവിടെ അങ്ങ് മേളിലെങ്ങെത്തുമെന്നൊന്നും വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. സ്വർഗരാജ്യത്തിൽ ദൈവത്തിൻ്റെ കൂടെ വിരുന്നിരിക്കുവാൻ നമുക്ക് സാധിക്കുമോ, അതിനെ ലക്ഷ്യം വെച്ച് നാം ഇവിടെ ജീവിക്കണം. ഇതാണ് മോശയും നമ്മളോട് കാണിക്കുന്നത്. പുനരുദ്ധാനമെന്ന് പറയുന്നത് അതൊരു പുനർജീവനമാണ്. ഈ ലോകത്തിൻ്റെ ജീവിതമെന്ന് പറയുന്നത് താൽക്കാലികമായ ജീവിതമാണ്. നിത്യജീവൻ പ്രാപിക്കലാണ് പുനർജീവൻ. നമ്മൾ മരിച്ച് രണ്ടാമത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജീവൻ നിത്യജീവനാണ്. നിത്യമായ ഒരു ജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് 37-ാം വാക്യം നോക്കാം. ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നീ വിതയ്ക്കുന്നത്, ഗോതമ്പിൻ്റെയോ മറ്റ് ധാന്യത്തിൻ്റെയോ വെറും ഒരു മണി മാത്രം. നമുക്കറിയാമല്ലോ, ഒരു ചെടി നമ്മൾ വിത്ത് പാകുമ്പോൾ, വിത്താണ് നമ്മൾ നടുന്നത്, പാകുന്നത്, ഒരു ചെടി കിളിച്ച് വരും. വിത്തെന്തി അതഴിഞ്ഞു പോയി. അപ്പോൾ ഉണ്ടാകാനിരിക്കുന്ന പദാർത്ഥമല്ല നമ്മൾ വിതച്ചത്. നെല്ലോ ഗോതമ്പ് എന്തോ ആയിക്കോട്ടെ, ഒരു പുതിയ ചെടിയാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിന് ഇലകളില്ല വിത്തിന്, പക്ഷേ പിന്നീട് ധാന്യമണികളോടുകൂടി കതിരൊക്കെ ഉണ്ടാകും, ഫലപുഷ്ടമാകും. അപ്പോൾ പുതിയ ഒരു ശരീരമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാറ്റമുണ്ടോ ശരീരത്തിന്? മാറ്റമുണ്ട്. പുതിയ ഒരു ശരീരം എന്ന് നമ്മൾ മനസ്സിലാക്കണം. 38-ാം വാക്യം പറയുന്നു, ദൈവം തൻ്റെ ഇഷ്ടമനുസരിച്ച് ഓരോ വിത്തിനും അതിൻ്റേതായ ശരീരം നൽകുന്നു. അപ്പോൾ പുതിയ ശരീരം ഉണ്ടാകും. അത് ദൈവമാണ് ആ ശരീരം നൽകുന്നത്. ദൈവമാണ് ശരീരം നൽകുന്നത് പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ സൃഷ്ടിയും ദൈവത്തിൻ്റേതാണ്. വയലിലെ പുല്ലുകൾ ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ? എല്ലാം ദൈവത്തിൻ്റേതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 104:14 വാക്യം പറയുന്നു, അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി വയലിൽ പുല്ലുകൾ മുളപ്പിക്കുന്നു, മനുഷ്യർക്ക് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. എല്ലാം സൃഷ്ടി ദൈവം നടത്തുന്നതാണ്. ഉൽപ്പത്തി 1:1 എന്താണ് പറയുന്നത്? ഈ അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവെന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് പുനർജീവനത്തിൽ നമുക്ക് ശരീരം ലഭിക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെയും സൃഷ്ടിയുടെ കാരണം സൃഷ്ടിക്കുന്നത് ദൈവമാണ്. ഇനി ശരീരം സാഹചര്യങ്ങൾക്ക് യോജിച്ചതായിരിക്കും. ഓരോന്നിൻ്റെയും സാഹചര്യങ്ങൾക്ക് യോജിച്ചതായിരിക്കണം എന്നൂടെ നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ആ ശരീരം നമുക്ക് ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 39-ാം വാക്യം, എല്ലാ ശരീരവും ഒരുപോലെയല്ല, മനുഷ്യരുടേത് ഒന്ന്, മൃഗങ്ങളുടേത് മറ്റൊന്ന്, പക്ഷികളുടേത് വേറൊന്ന്, മത്സ്യങ്ങളുടേത് വേറൊന്ന്. ഈ ഭൂമിയിലെ ജീവനുള്ളതിനെയെല്ലാം പൗലോസ് 4 തരം തിരിച്ച് പറയുകയാണ്. 1 മനുഷ്യൻ, മറ്റേത് മൃഗങ്ങൾ, 3 പക്ഷികൾ, 4 മത്സ്യങ്ങൾ. നമ്മൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. ഓരോന്നിനും അതാതിൻ്റെ രീതിയിൽ അതാതിൻ്റെ സാഹചര്യങ്ങളിൽ ജീവിക്കുവാനുള്ള ശരീരമാണ് കൊടുത്തിരിക്കുന്നത്. മത്സ്യങ്ങൾ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. വെള്ളത്തിൽ ജീവിക്കാൻ തക്ക ശരീരഘടനയും ശരീരവും അതിൻ്റെ ശ്വസിക്കാൻ വെള്ളത്തിലെ ഓക്സിജൻ ശ്വസിക്കാനുള്ള രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ദൈവം ചെയ്തിരിക്കുന്നത്. പക്ഷികൾക്കാണെങ്കിൽ ആകാശത്തിലെ പറവകൾ എന്നാണല്ലോ നമ്മൾ വിളിക്കുന്നത്. പറന്നു പോകാനുള്ള ചിറകുകൾ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. മൃഗങ്ങൾ, കരയിലാന്നേലും വെള്ളത്തിലാന്നേലും ഉള്ള മൃഗങ്ങൾ
അതാത് സാഹചര്യങ്ങളിൽ ജീവിക്കത്തക്കവണ്ണം അവയുടെ ശരീരങ്ങളെ ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളുടെയും ഉന്നതമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടാണ്. സർവോത്കൃഷ്ടമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യന് ഉള്ളത്. ദൈവത്തെ പോലെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ആദത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഉൽപ്പത്തി 1:28 പറയുന്നു, ദൈവം ആദത്തെയും ഹവ്വായെയും ഇങ്ങനെ അനുഗ്രഹിച്ചു. സൃഷ്ടിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം അനുഗ്രഹിക്കുകയാണ്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവീൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവീൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. സകല സൃഷ്ടികളുടെയും മേൽ അധികാരമാണ് മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്നത്. ഓരോന്നിനും അതാതിൻ്റെ സാഹചര്യങ്ങളിൽ ജീവിക്കുവാനുള്ള രീതിയിലുള്ള ശരീരഘടനയാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3:9 പറയുന്നു, മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഉൽപ്പത്തിയിൽ അത് എഴുതിയിട്ടുണ്ട്. യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ 3-9 പറയുന്നു, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. 40-41 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന്, ഭൗമിക ശരീരങ്ങളുടെ തേജസ് മറ്റൊന്ന്. ആകെയുള്ള ഈ വസ്തുക്കളെ രണ്ടായിട്ടങ്ങ് കൂട്ടുകയാണ്. സ്വർഗീയം, ഭൗമികം. സ്വർഗീയം എന്നോട് ഉദ്ദേശിക്കുന്ന ആകാശത്തിലുള്ള വസ്തുക്കൾ, സൂര്യ ചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, അതിൻ്റെയൊക്കെ തേജസ്, ഡോക്സ എന്നാണ് പറയുന്നത്. എന്തൊരു വലിയ തേജസ്സോടാണ്. ഭൂമിയിൽ ജീവിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ, മത്സ്യങ്ങൾ, മനുഷ്യർ, ഓരോന്നിനും അതാതിൻ്റെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ആ ഒരു ബ്രൈറ്റ്നസ്, ശോഭ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ദൈവം അവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. 42 പറയുന്നു, ഇപ്രകാരം തന്നെയാണ് മനുഷ്യൻ്റെ മരിച്ചവരുടെ പുനരുത്ഥാനവും. നശ്വരതയിൽ വിതയ്ക്കപ്പെടുന്നു, 43 അനശ്വരതയിൽ ഉയർപ്പിക്കപ്പെടുന്നു. മരിച്ചവർ ഉയർക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. 2 തരത്തിലുള്ള തിരിവ് പൗലോസ് ചൂണ്ടിക്കാട്ടി. സ്വർഗീയമായ ശോഭയോടുകൂടിയ സൂര്യ, നക്ഷത്ര, ചന്ദ്രന്മാരൊക്കെ. ഈ ഭൂമിയിലെ ശോഭയില്ലെന്നല്ല, ശോഭയുണ്ട്. സൂര്യനെ പോലെ ഉള്ള ശോഭയല്ല. ഓരോന്നിനും അതാതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ശോഭയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉയർത്തെഴുന്നേൽക്കുമ്പോഴേ നമ്മൾ ഈ ഭൂമിയിലല്ലല്ലോ പിന്നെ ജീവിക്കുന്നത്. ഒരു സ്വർഗീയ തലത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു ശോഭയോടുകൂടിയ ശരീരം നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വിഷയങ്ങളെക്കുറിച്ച് തുടർച്ചയായിട്ടുള്ള പഠനത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. സമയമുണ്ട് പിന്നീട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായ ശോഭ സ്വർഗത്തിലുള്ളവയ്ക്ക് വേറെയാണ്. അതുപോലെ നമ്മുടെ ശരീരങ്ങൾക്ക് ഒരു വ്യത്യസ്തതയുണ്ടാകും എന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന കാലത്തെ നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് മാറുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു കാര്യം ഇന്നത് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം അത് ചെയ്യുന്നു. ശരീരത്തിൻ്റെ ഒരു ഉപകരണമായിട്ടാണ് നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത്. അതാണ് നശ്വരമായ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നശ്വരമായ ഒരു ജീവിതത്തിൻ്റെ മൂലതത്വം. അതാണ് നമ്മളൊക്കെ ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ആത്മാവ് ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഉയർപ്പ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് ചോദിച്ചാൽ നമ്മൾ നിത്യജീവനിലേക്ക് അവകാശിയാകുകയാണ്. നമ്മളുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവിന് വിധേയമാണ്.
നമ്മുടെ ജീവിതം മുഴുവൻ, നമ്മുടെ ജീവൻ മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറി. നമ്മുടെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധാത്മാവ് തരുന്ന ആ ചോദനയനുസരിച്ച്, പ്രേരണയനുസരിച്ച് നിത്യമായി ജീവിക്കുക എന്നുള്ളതാണ്. അതൊരു നിത്യജീവനാണെന്നുള്ളതോട് ഓർക്കണം. പിന്നെ ഇവിടെ മരണമില്ല, മരണത്തിനുള്ള സാധ്യതയുമില്ല. നിത്യമായി യേശുക്രിസ്തുവിൻ്റെ ആ ജീവനിലേക്ക് നമ്മൾ പങ്കുചേരുകയാണ്. അപ്പം നമ്മുടെ ശരീരത്തിന് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ശരീരത്തിന് ആ രീതിയിലുള്ളൊരു മാറ്റം വരും. കാരണം നമ്മുടെ ശരീരം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ചാണ്. അല്ല നമ്മുടെ മനസ്സ് പറയുന്നതിൻ്റെ അനുസരിച്ച് ശരീരം അങ്ങോട്ട് ഓരോന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയിലെ അവസ്ഥയല്ല, സ്വർഗീയമായ ഒരവസ്ഥയിലേക്ക് ദൈവത്തെ മുഖാഭിമുഖം കണ്ട് പരിശുദ്ധാത്മാവ് തരുന്ന ആ ചോദനയനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ശക്തി. മുഴുവൻ പരിശുദ്ധാത്മാവ് നിറവിലായിരിക്കും നമ്മുടെ ജീവൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കും. അതിനുള്ള സമയം വരുന്നു, അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്ത് വരും. നന്മ ചെയ്തവർ ഉയർക്കും, തിന്മ ചെയ്തവർ ഉയർക്കും. പക്ഷേ നന്മ ചെയ്തവരെ ജീവൻ്റെ ഉയർപ്പെന്ന് പറയാം, മറ്റുള്ളവരെ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായിട്ടുമാണ് പുറത്തു വരുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പുനരുത്ഥാനത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്ന സദൂക്കയരെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചല്ലോ. ഒരിക്കൽ സദൂക്കയിൽ ചിലർ വന്ന് യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിനോട് ചില സംശയമായിട്ട് ചോദിക്കുകയാണ്. അവരൊരു കഥ പോലാണ് അവതരിപ്പിക്കുന്നത്. അവർ ചോദിക്കുകയാണ്, ഒരിടത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ സ്ത്രീയുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് മരിക്കുക. അതുകൊണ്ട് ആ സ്ത്രീക്ക് 7 പുരുഷന്മാരെ വിവാഹം കഴിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ പുനരുത്ഥാനമുണ്ടെങ്കിൽ, പുനരുത്ഥാനം ഇല്ലെന്ന് തെളിയിക്കാൻ അവർ യേശുവിനോട് വാദിക്കാൻ വന്നത്, പുനരുത്ഥാനമുണ്ടെങ്കിൽ ആ സ്ത്രീ ഈ 7 പേരിൽ ആരുടെ ഭാര്യയായിരിക്കും? യേശു കൊടുത്ത മറുപടി നമുക്ക് പഠിച്ചിരിക്കണം. യേശു പറയുന്നത് ഉയർപ്പിന് യോഗ്യരായവർ, നിത്യജീവനിലേക്ക് യോഗ്യരായവർ, അവർ വിവാഹം ചെയ്യുകയുമില്ല, ചെയ്യിപ്പിക്കുകയുമില്ല, ചെയ്യുന്നുമില്ല, അവർ ചെയ്തു കൊടുക്കുകയുമില്ല. ഇവിടുത്തെ പോലെ ഒന്നുമല്ല. അവിടെ നമ്മളെല്ലാം മാലാഖമാരെ പോലെ ആയിരിക്കും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കും, ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും, ദൈവത്തിൻ്റെ മക്കളുമായിരിക്കും. വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നില്ല. അത് ഓർത്തിരുന്നോണമെന്നാണ് യേശു അവരോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അരിയോപ്പാഗസിൽ വെച്ച്, ആഥൻസിൽ വെച്ച് പൗലോസ് എപ്പോഴും യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെയാണ് പ്രസംഗിക്കുന്നത്. ആഥൻസിലെ വിഗ്രഹങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതുകൊണ്ട് പൗലോസിൻ്റെ മനസ്സങ്ങ് ക്ഷോഭിച്ചു. പൗലോസ് പ്രസംഗിച്ചു എപ്പോഴും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച്. അവരെ എല്ലാം കൂടെ പിടിച്ച് അരിയോപ്പാഗസിൽ കൊണ്ട് നിർത്തിയിട്ട്, നീ പ്രസംഗിക്കുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങളോട് പറയാൻ പറഞ്ഞു. അപ്പോൾ പൗലോസ് യേശുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെയും പ്രസംഗിച്ചപ്പോൾ യേശു പറയുകയാണ്, ഈ പുനരുത്ഥാനമുണ്ട്. ദൈവം ഒരു വ്യക്തിയെ, ഒരാളെ, ക്രിസ്തുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ഇതിന് വ്യക്തമായ തെളിവ് നൽകിയിരിക്കുന്നു. ഒരു ദിവസം വിധി ഉണ്ട്, ആ വിധിക്കുന്ന ആൾ ആ ഉയർപ്പിക്കപ്പെട്ടവനാണ്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നു. ഗ്രീക്കിലെ വിഗ്രഹങ്ങൾ ആരാധിച്ചുകൊണ്ട് നടക്കുന്നവരല്ലേ, പെട്ടെന്നൊന്നും അവർക്ക് ആ വിശ്വാസത്തിലേക്ക് വരാൻ സാധിച്ചില്ലെങ്കിലും ഏതാനും പേര് വിശ്വസിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കുറേ പേര് വിശ്വസിച്ചു. ഒത്തിരി പ്രയത്നം നടത്തിയാലും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം കുറവായിരിക്കുമെന്ന് നമുക്ക് കാണുവാൻ. എങ്കിലും കുറേ പേര് വിശ്വസിച്ചുവല്ലോ. ഏതായാലും പൗലോസ് അവിടെ വാചകത്തിൽ സൂചിപ്പിക്കുന്നത് ഒരു ദിവസം ഈ വിധിക്ക് വേണ്ടി പ്രത്യേകം വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ പുനരുത്ഥാനത്തിന് ഒരു ദിവസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ 2 തിമോത്തിയോസ്
2 നമ്മളൊരു കാര്യം വായിക്കുന്നു. ഹ്യൂമനിയോസ് എന്നും പറയുന്ന അയാൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. പുനരുദ്ധാനം അതെല്ലാം കഴിഞ്ഞല്ലോ, അത് സഭയുടെ വിശ്വാസമല്ല, നമ്മുടെ വിശ്വാസമല്ല. തെറ്റായ വിശ്വാസമൊന്നും നമ്മൾക്കുണ്ടാകാൻ പാടില്ല. 2 തിമോഥെയോസ് 2 അധ്യായം 17-18 വാക്യങ്ങളിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. തെറ്റ് പഠിപ്പിക്കരുത്. അതിന് ഒരു ദിവസമാണ് വെച്ചിരിക്കുന്നത്, അന്നേ അത് നടക്കുകയുള്ളൂ. അത് കർത്താവിൻ്റെ 2ാമത്തെ വരവിനോടുകൂടിയാണ് എല്ലാവരുടെയും ഉയർപ്പും അവരെ വേർതിരിക്കുന്നതും ഇടത്തും വലത്തുമായിട്ടൊക്കെ നിർത്തുന്നതൊക്കെ അവസാന കാലഘട്ടത്തിൻ്റെ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കണം. ഹ്യൂമനിയൂസും ഫിലേത്തോസുമാണല്ലോ ഈ പുനരുദ്ധാനം കഴിഞ്ഞു പോയി എന്ന് പഠിപ്പിച്ചത്. അങ്ങനെ തെറ്റായ പഠിപ്പിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ നുഴഞ്ഞു കയറും. ബൈബിളിൽ പഠിപ്പിക്കുന്നതിനെതിരായിട്ട് വേറെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കരുത്. പൗലോസ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിനെ ഒഴിച്ച് വേറൊരുവൻ വന്നറിയിച്ചാൽ അവൻ വാനവനെങ്കിലും ആ ദൂതനാണെന്നിരിക്കട്ടെ, അവൻ ശപിക്കപ്പെട്ടവനായിരിക്കും. ബൈബിൾ പഠിപ്പിക്കുന്നതിനെതിരായിട്ട് ഒന്നും പഠിപ്പിക്കരുത്. അതുകൊണ്ട് വേറെ നമ്മുടെ ബുദ്ധിയോ യുക്തിയോ ഒക്കെ അനുസരിച്ച് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബൈബിൾ എന്ത് പറയുന്നതിനെ നോക്കണം. ബൈബിളിൽ യോഹന്നാൻ സുവിശേഷം 3 അധ്യായം 13 വാക്യത്തിൽ ഒരു കാര്യം പറയുന്നു. അത് പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ വേറെ ആരും ഇതുവരെയും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. വേദപുസ്തകത്തിലെ വാക്യമാണ്, 3 അധ്യായം 13 വാക്യം. വേറെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാക്യമുള്ളത് കൊണ്ട് മറ്റാരെങ്കിലും സ്വർഗത്തിലോട്ടങ്ങ് കയറിപ്പോയി അവിടെ കണ്ടിരിക്കുന്നു എന്നൊക്കെ തെറ്റായിട്ട് പഠിപ്പിക്കുന്നത് അംഗീകരിക്കാൻ വേദപുസ്തകം അനുസരിച്ച് ഒക്കത്തില്ല എന്നോർത്തോണം. മരിച്ചവരുടെയൊക്കെ ഉയർപ്പും വിധിയുമൊക്കെ ഒരു ദിവസം അതിന് നിശ്ചയിച്ചിരിക്കുന്നു, അന്നേ നടക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിക്കോണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു വിധിയുണ്ട്. ആ വിധിക്ക് വേണ്ടി നമ്മൾ തയ്യാറാകണം. കർത്താവിൻ്റെ രക്തത്താൽ നമ്മുടെ അങ്കികളൊക്കെ കഴുകി ആ വാതിൽ കൂടെ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ യോഗ്യരായി ഇപ്പോൾ ഇവിടെ ജീവിച്ചോണം. കർത്താവിൻ്റെ രക്തത്താലാണ് പാപക്കറകൾ മായ്ക്കപ്പെട്ടതെന്നും അവനാണ് നമ്മുടെ രക്ഷകനെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് വായുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. വെളിപാടിൽ നമ്മളോട് ഒരു ആഹ്വാനം ചെയ്തിരിക്കുന്നു, നമ്മളെപ്പോഴും ഒരുങ്ങി ഇരിക്കണമെന്ന്. വെളിപാട് 22:7 പറയുന്നു, ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ കാക്കുന്നവൻ ഭാഗ്യവാൻ. വീണ്ടും വെളിപാട് 22:14-15 പറയുന്നു, ജീവൻ്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിപ്പാനും കവാടങ്ങളിലൂടെ അകത്തേക്ക് പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധീകരിക്കുന്നവൻ ഭാഗ്യവാൻ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്, അകത്ത് കയറാനൊക്കത്തില്ല അവർക്ക് എന്ന് ഓർത്തോണം. അത് നമ്മൾ ഒരുങ്ങിയിരിക്കണം. കർത്താവിൻ്റെ രക്തം കൊണ്ടുള്ള രക്തം കൊണ്ട് നമ്മുടെ അങ്കി കഴുകി നമ്മൾ വൃത്തിയായിട്ട് കാത്തു സൂക്ഷിക്കണം. നമുക്ക് കാത്തിരിക്കാം. ആ ദിവസം വരുമ്പോൾ നമ്മൾ അകത്ത് പ്രവേശിക്കുവാൻ യോഗ്യരായിരിക്കണം. ഇന്നത്തെ നമ്മുടെ ചിന്ത ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. 42 വരെയുള്ള വാക്യങ്ങളാണ്, 35 മുതൽ 42 വാക്യങ്ങളാണ് നമ്മൾ ചിന്തയെ വിഷയമാക്കിയത്, ധ്യാനിച്ചത്. തുടർന്നുള്ള ഭാഗങ്ങൾ 60ാമത്തെ എപ്പിസോഡിൽ പിന്നീട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സർവശക്തനായ ദൈവം നമ്മളെ നടത്തിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറവുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ദൃഷ്ടിയിലുണ്ടായിരിക്കണം. നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ ആഗ്രഹം, ഫൈനൽ ഡിസിഷൻസ് എടുക്കുന്നതെല്ലാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടായിരിക്കണം. ഈ ലോകത്തിലെ ജീവിതം ഹ്രസ്വമാണ്. നിത്യമായ ഒരു ജീവിതത്തിന് വേണം നമുക്ക് ജീവിക്കാൻ. ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ശരീരം നമ്മൾ ഇല്ലാതാക്കിയിട്ട് ക്രിസ്തുവിനെ പ്രതി ജീവിക്കണം. അപ്പോഴാണ് നിത്യജീവനിലേക്ക് നമ്മൾ യോഗ്യരായി ആകുന്നത്. കർത്താവിനെ രക്ഷകനും ആയിട്ട് വിശ്വസിക്കണം. അത് വായ് കൊണ്ട് ഏറ്റുപറയണം. ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും നമ്മൾ അവൻ്റെ സാക്ഷികളായിരിക്കണം. അവൻ്റെ സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായിരിക്കണം. ദൈവം അതിന് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്ത ഇവിടെ ഉപസംഹരിച്ചുകൊള്ളുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.